ഹലോ ട്രേഡേഴ്സ്, നമ്മളുടെ ചാനലിൽ സംസാരിക്കാറുള്ളത് എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് ട്രേഡ് ഓട്ടോമേഷനും അല്ലെങ്കിൽ അൽഗോരിതമിക് ട്രേഡിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളുടെ പല വീഡിയോകളിലും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, MD5. ഈ MD5ന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ ട്രേഡർ എന്നുള്ള നിലയിൽ ഈ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ MD5 അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MD5 നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന അതേ MD5 തന്നെയാണ്, പക്ഷേ മൊബൈലിൽ നിന്ന് ഈ പറയുന്ന ഓട്ടോമേഷനുകളൊന്നും നടക്കില്ല. അതുകൊണ്ട് അതിനൊരു സിസ്റ്റം വേർഷൻ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് MD5, എങ്ങനെയൊക്കെയാണ് നമുക്കതിൽ ഓട്ടോമേഷൻ സാധ്യമാവുന്നത്, പിന്നെ അതിൻ്റെ ബേസിക് സെറ്റിംഗ് ടൂളുകൾ ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് MD5ന്റെ ഈ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ആദ്യമായിട്ട് MD5ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ടപ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. എനിക്ക് തന്നെ ഒന്ന് ഫെമിലിയർ ആവാനായിട്ടൊരു 2 ആഴ്ചയോളം സമയമെടുത്തു. അപ്പോൾ നമുക്ക് അതൊന്ന് ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് MD5 ഉള്ളതെന്ന്. നമ്മൾ MD5ലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഒരുപാട് ചാർട്ടുകളും ഒരുപാട് ഓപ്ഷൻസും ഒക്കെ ഉള്ള ഒരു കാര്യം. കാണുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, എങ്കിലും നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് MD5 എന്ന് നമുക്ക് മനസ്സിലാക്കാം. MD5 എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഒന്നുമല്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണല്ലേ. അപ്പോൾ ബ്രോക്കർ അത് എക്സ്ചേഞ്ചിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ MD5ന്റെ കേസിൽ നമ്മളുടെ ഫോറെക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ US മാർക്കറ്റൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ MD5ലേക്ക് ഒരു ബ്രോക്കറുടെ അക്കൗണ്ട് വെച്ച്, നമുക്ക് ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് വെച്ച് MD5ലേക്ക് ലോഗിൻ ചെയ്യുകയും MD5ന്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ട്രേഡിംഗൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്താം. പക്ഷേ ട്രേഡിംഗ് ഇപ്പം എല്ലാ ബ്രോക്കർ എനേബിളൊക്കെ ആക്കി വരുന്നേ ഉള്ളൂ. ഓട്ടോമേഷനൊന്നും ട്രേഡിംഗ് വെച്ചും പൈത്തൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ചാർട്ടിലത്തെ ഓപ്ഷനോടൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ബേസിക്കാണ്. പക്ഷേ ഈ ഓട്ടോമേഷൻ എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ MD5 നമ്മളെ സഹായിക്കും. അപ്പോൾ MD5 ഒരു ബ്രോക്കറല്ല. MD5 ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ നമ്മളുടെ അക്കൗണ്ട് ഉള്ളത് ബ്രോക്കറുടെ ടെർമിനലിലൂടെ അല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഏത് തന്നെ ബ്രോക്കർ ആയിക്കോട്ടെ, ബ്രോക്കർ MD5 എനേബിൾഡ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ ക്രെഡൻഷ്യൽസ് വെച്ച് MD5ൽ ലോഗിൻ ചെയ്യാം. MD5ൽ നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ ചാർട്ടുകൾ, ഡേറ്റകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ പല ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് അനാലിസിസ് ഒക്കെ ചെയ്യാം, ട്രേഡും പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതൊരു കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗ്സിലേക്കൊക്കെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ്. നമുക്ക് നമ്മൾ കണ്ട് പരിചയമായിട്ടുള്ള ആ ഒരു സാധനത്തിലേക്കൊക്കെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ബൈ സെൽ ബട്ടണൊക്കെയാണ്. ഇതിൽ പ്രസ് ചെയ്ത് സെൽ, ഇത് ബൈ, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. പിന്നെ ഈ പറയുന്ന ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നേവിഗേറ്റർ വിൻഡോ എന്നാണ് പറയുന്നത്. ഇവിടെ വ്യൂവിൽ പോയിട്ട് ഇവിടെ നേവിഗേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു വിൻഡോ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ ലോഗിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിൽ കാണാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചാർട്ടിലോട്ട് ആഡ് ചെയ്യാം. ഇതിനകത്ത് അത്യാവശ്യം ഏറെക്കുറെ ഇൻഡിക്കേറ്ററുകളൊക്കെ ഉണ്ട്. പിന്നെ കസ്റ്റം ഇൻഡിക്കേറ്റർ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ എക്സ്പെർട്ട് അഡ്വൈസേഴ്സ്, നമ്മൾ പറയാറുള്ള ട്രേഡിംഗ് ബോട്ടുകൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ബോട്ടുകൾ ഇവിടെയാണ് വന്നെടുക്കുക. നമുക്ക് ഇതെടുത്ത് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു എക്സ്പെർട്ട് അഡ്വൈസറാണ്, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ വരും. നമുക്കിത് ഈ എക്സ്പേർട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇനിഷ്യലൈസേഷൻ ആയതിൻ്റെ ഒക്കെ ഡീബൊക്കെ കാണാം. ട്രേഡൊക്കെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇട്ടേക്കാം, എന്തെങ്കിലുമൊക്കെ ട്രേഡ് നടക്കുമെന്ന് അറിയാം നമുക്ക്. പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വേറെ കുറേ കാര്യങ്ങൾ, മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും പോകാം. VPS, അതായത് 24/7 നമ്മുടെ സിസ്റ്റമൊക്കെ ഓഫ് ആയി കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. MD5 VPS സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് കോസ്റ്റ് കുറഞ്ഞ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നേവിഗേറ്റർ വിൻഡോ. ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂവിൽ പോയിട്ട് മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ EURUSD ഒക്കെ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, NVIDIA. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ക്ലിക്ക് ടു ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്കിത് ആവശ്യമില്ല, നമുക്ക് അത് ക്ലോസ് ചെയ്ത് കളയാം.
പിന്നെ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ടൂൾ ബോക്സ് ആണ്. നമ്മളുടെ ട്രേഡുകളൊക്കെ ഇവിടെയാണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ന്യൂ ഓർഡർ പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ ആണെങ്കിൽ ചെയ്യുമെങ്കിൽ ഇവിടെ നമുക്ക് ബൈ ചെയ്യാം. അല്ല, ഓൾറെഡി എക്സ്പെർട്ട് അഡ്വൈസർ ഇട്ടേക്കുന്നത് കൊണ്ടാണ് അത് ബൈ ഒന്നും ആവാത്തത്. അപ്പോൾ അത് രണ്ടുമാണ് നമുക്ക് മേജറായിട്ട് അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. പിന്നെ ഓർഡർ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ന്യൂ ഓർഡർ പ്ലേസ് ചെയ്ത് പ്രസ് ചെയ്ത് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രോക്കറുടെ അക്കൗണ്ടിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യാന്ന് വെച്ചാൽ, ഫയലിൽ പോയിട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുക്കുക. അന്നേരം നമ്മുടെ ഇവിടെ ആവശ്യമുള്ള ബ്രോക്കർമാരൊക്കെ ഉണ്ട്, അതൊക്കെ വരും. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു എക്സാമ്പിളിനൊരു ഡെമോ അക്കൗണ്ട് തുറക്കാം. ഞാൻ മെറ്റാ ട്രേഡറിൻ്റെ തന്നെ ഒരു ഡെമോ അക്കൗണ്ടാണ് തുറക്കാൻ പോകുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയാൽ നിങ്ങളുടെ ഒരു ഡെമോ അക്കൗണ്ട് തുറക്കണം. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളും നമ്മളുടെ എക്സ്പെർട്ട് അഡ്വൈസറുകൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതും നമ്മൾ ലൈവ് മാർക്കറ്റിൽ അത് ഡിപ്ലോയ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഡെമോ അക്കൗണ്ടിലായിരിക്കണം ഇനീഷ്യൽ സ്റ്റേജിൽ. എന്നാലേ നമുക്കത് എങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണാനും അതിന് മറ്റ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വരുത്തി ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും റിയൽ അക്കൗണ്ടിൽ ഡിപ്ലോയ് ചെയ്തിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയ ഡെമോ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഒരു ബ്രോക്കറുടെ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഡെപ്പോസിറ്റ് 10,000 വേണ്ട, ഒരു $500 ഡെമോ അക്കൗണ്ടാണ് തുറക്കുന്നത്. അത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വലിയ അക്കൗണ്ടിലൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല എക്സ്പെർട്ട് അഡ്വൈസേഴ്സും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡ്രോ ഡൗൺ കാര്യങ്ങളും ഇപ്പോൾ 500 അക്കൗണ്ടിൽ അത് വർക്ക് ചെയ്യില്ലേ, $100 അക്കൗണ്ടിൽ അത് വർക്ക് ചെയ്യില്ലേ, അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. $1,000 ഒരു അക്കൗണ്ടിൽ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 2,000 പ്രോഫിറ്റ് കാണിച്ചു എന്ന് കരുതി നമുക്കത് 500 അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല. കാര്യം ഈ $1,000 അക്കൗണ്ട് ഒരു 400-500 ഒക്കെ ഡ്രോ ഡൗണിൽ വന്നിട്ടാണ് അത് പ്രോഫിറ്റ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ചെറിയ അക്കൗണ്ടും കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അക്കൗണ്ട് ലിക്വിഡേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെറിയൊരു അക്കൗണ്ട് തുറക്കുക. പിന്നെ ലിവറേജ് മാക്സിമം ബ്രോക്കേഴ്സൊക്കെ 1:500 ഒക്കെ തരുന്നുണ്ട്. നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ലിവറേജിന് അവിടെ വലിയ പ്രസക്തി ഇല്ല. നമുക്ക് വലിയ പൊസിഷൻസ് ഒക്കെ എടുക്കാനാണ് ലിവറേജ് കൂടുമ്പോൾ അത് സഹായകമാവുന്നത്. പക്ഷേ നമ്മൾ ചെറിയ ബഡ്ജറ്റ് വെച്ച് വലിയ ലോട്ടുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ലിക്വിഡേറ്റ് ആയി പോകാനാണ് സാധ്യത. അതുകൊണ്ട് ലിവറേജ് എത്ര തന്നെ ആയാലും ലോട്ട് സൈസിലാണ് നമുക്ക് മാനേജ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇൻകമിങ് മെയിൽ വന്നു. അതാണ് നമ്മളുടെ പുതിയ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ലോഗിൻ സാധനങ്ങളൊക്കെ. ഇനിയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്, അതാണ് അടുത്ത വലിയ ചോദ്യം. അപ്പോൾ ഇതിൽ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഉള്ളത് ടൂൾസിനകത്ത് പോയിട്ട് മെറ്റാകോഡ് ലാംഗ്വേജ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ലാംഗ്വേജ് എഡിറ്റർ തുറന്നു കഴിയുമ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്. ഇതാണ് തുറന്നു വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് പഴയ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്ത ഒരു കോഡാണ് കിടക്കുന്നത്. MQL5 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ഈ ഒരു കോഡ് ഉള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ കോഡ് ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടത്. ഇത് കണ്ട് പേടിക്കേണ്ട. നമുക്ക് ഇന്നത്തെ മോഡേൺ സാങ്കേതിക വിദ്യ AI ടൂളുകളൊക്കെ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വിത്തിൻ മിനിറ്റ്സ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പ്രീവിയസ് വീഡിയോയിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയാണ് കൊണ്ടുവന്നത് പേസ്റ്റ് ചെയ്യേണ്ടത്, കമ്പൈൽ ചെയ്യേണ്ടതൊക്കെ. ഇപ്പോൾ സപ്പോസ് നമ്മൾ പുറത്തുനിന്നൊരു കോഡ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കമ്പൈൽ എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ എററുകളും കാര്യങ്ങളൊക്കെ വരുന്നതും കറക്റ്റ് ചെയ്യേണ്ടതൊക്കെ. അതൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അത് എവിടെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ടൂൾസിൽ പോയിട്ട് സ്ട്രാറ്റജി ടെസ്റ്റർ ഏജൻറ് മാനേജർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളുടെ സ്ട്രാറ്റജി ടെസ്റ്റർ. ഇത് മാക്ബുക്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് പക്ഷേ വർക്ക് ചെയ്യും. നമുക്ക് കൺട്രോൾ R ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സ്ട്രാറ്റജി ടെസ്റ്റർ ഓൺ ആയിട്ട് വരും. അതിൽ പോയിട്ട് നമുക്ക് നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണെന്നാലും ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ട്രേഡിംഗ് ബോട്ട് നമ്മുടെ കയ്യിലുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏതാ ചാർട്ട് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ നമ്മളുടെ എത്ര ഡെപ്പോസിറ്റ് വെച്ചാണ് ട്രേഡ് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. ഇൻപുട്സ് വന്നിട്ട് നമ്മൾ ആ ഒരു എക്സ്പെർട്ട് അഡ്വൈസറിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ബാക്ക് ടെസ്റ്റ് കാണിച്ചു തരും. ഇതാണ് അതിൻ്റെ ക്വിറ്റി കർവ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചെയ്ത വീഡിയോയുടെയാണ്, എന്നാലും കുഴപ്പമില്ല, വീണ്ടും ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സെറ്റിങ്സിൽ വിഷ്വൽ മോഡ് ഓൺ ആക്കിയിട്ടാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വലി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും നമ്മൾ വിഷ്വൽ മോഡ് ഓൺ ആക്കി കഴിയുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആ ഡാർക്ക് വീനസ് എന്ന് പറഞ്ഞ ബോട്ടിൻ്റെ ബാക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ചെയ്തത്. അന്നേരം വിഷ്വലി നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണത് അതിൻ്റെ ട്രേഡുകൾ നടക്കുന്നത്.
തൽക്കാലം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതാണ് MT5ൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്ലാൻഡായിട്ട് ചെയ്ത വീഡിയോ ഒന്നുമല്ല. എനിക്ക് ടെലഗ്രാമിലൊരു മെസ്സേജ് കിട്ടിയിരുന്നു, എങ്ങനെയാണ് MT5ൽ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, എന്നാലും MT5ആയിട്ട് ഒരു ഫെമിലിയറൈസേഷൻ എന്നുള്ള നിലയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാർക്കറ്റൊക്കെ ഉണ്ട്, ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാം. ഈ ബോട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുകയോ ഫ്രീ ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെയാണ് നമ്മളിത് ലോഗിൻ ചെയ്യുക ലോഗൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, MT5ൻ്റെ ഈ ഒരു അക്കൗണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇത്രയും പറഞ്ഞ ഇത്രയധികം പോസിറ്റീവ്സ് മാത്രമല്ല, ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് കൂടെ ഉണ്ട്. ഇത് അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെന്നാൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഫെമിലിയർ ആവും. പക്ഷേ ഇത് ഫെമിലിയർ ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാറ്റജി ടെസ്റ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ആക്യുറസി 100% ഒന്നും കിട്ടാറില്ല. അത് ഏതൊരു പ്ലാറ്റ്ഫോമിൽ ബാക്ക് ടെസ്റ്റ് ചെയ്താലും അങ്ങനെ കിട്ടില്ല. പക്ഷേ പറയുമ്പോൾ അത് ഒരു പോരായ്മയാണ്. ഇപ്പോൾ ക്വാണ്ട് ലെവലിലേക്കുള്ള വലിയ വലിയ ഡേറ്റ സെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജികളാണെങ്കിൽ അത് ഈ MT5ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കുകളും ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും പൈത്തണുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അതും ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫീസിബിലിറ്റി ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിലേക്ക് ആകുമ്പോൾ സംസാരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ഡൗൺലോഡ് ചെയ്യുക, ഇതിലൂടെയൊക്കെ ഒന്ന് നേവിഗേറ്റ് ചെയ്യുക. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രീ എക്സ്പെർട്ട് അഡ്വൈസറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എനിക്കറിയാം ഇതൊരു ബേസിക് സ്റ്റഫാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്തത്. ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് വീഡിയോകൾ കണ്ട നമ്മളുടെ പല സുഹൃത്തുക്കളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒഫീഷ്യലായിട്ട് നമ്പറൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ടെലഗ്രാം ലിങ്കാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടെലഗ്രാം അക്കൗണ്ട് ഈ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ക്ലാരിഫൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്